ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 38-ാമത്തെ ദിവസം. ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു അഭിഷിക്തൻ. നമ്മുടെ അല്പനിമിഷത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 18-19 വാക്യങ്ങൾ വായിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിൻ്റെ പഴയ നിയമ അടിസ്ഥാനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്നത്രേ. ഈ വേദഭാഗത്തെ യേശുവിൻ്റെ നസ്രേത്ത് വിളംബരം അഥവാ നാസറേത്ത് മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു വിളംബരം വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തൻ വളരെ വിശദമായി പരാമർശിക്കുന്നു എന്നത് ഈ സുവിശേഷത്തെ മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അനേകം ഘടകങ്ങളിൽ ഒന്നത്രേ. പ്രിയമുള്ളവരെ, നാം ഈ വലിയ നോമ്പിൻ്റെ 38-ാം ദിനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ വേദഭാഗം ഇന്ന് നമ്മോട് എന്ത് സംസാരിക്കുന്നുവെന്ന് അല്പനിമിഷം ചിന്തിക്കാം. 2 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, നല്ല പതിവുകൾ പിന്തുടരുക. നല്ല പതിവുകൾ പിന്തുടരുക. വാക്യം 16. അവൻ വളർന്ന നസറേത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യേശു കർത്താവ് സ്വീകരിച്ച നല്ല പതിവാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ വെറുതെ ചെല്ലുക മാത്രമല്ല, അവൻ വേദപുസ്തകം വായിപ്പാനായിട്ട് എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ജനങ്ങളുടെ കണ്ണ് ഈ യേശുവിൻ്റെ മേൽ പതിഞ്ഞിരുന്നത്? അവൻ്റെ വായനയിൽ ഒരു ആധികാരിക സ്വഭാവം ഉണ്ടായിരുന്നത് നിമിത്തം അത്രയും. മാത്രമല്ല, അവൻ്റെ വായനയിലും അവൻ്റെ ജീവിതശൈലിയിലും ഒരു വിശുദ്ധി മറ്റുള്ളവർ ദർശിച്ചത് നിമിത്തം ആണ് എന്നുള്ളതും ന്യായമായി മനസ്സിലാക്കാം. യേശുവിൻ്റെ മാതാപിതാക്കളുടെ കറകളഞ്ഞ ദൈവവിശ്വാസം അവൻ്റെ ബാല്യകാലം മുതൽ ദേവാലയവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ അവനെ സഹായിച്ചു. ഇല്ലെങ്കിൽ തന്നെയും പ്രകൃതിയാൽ അവൻ ദൈവപുത്രൻ ആയിരുന്നതിനാൽ പള്ളിയുമായുള്ള അഭേദ്യ ബന്ധം, നിരന്തരമായ പ്രാർത്ഥന എന്നിവ പുലർത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നേനെ. ഈ നോമ്പ് കാലം നമ്മിൽ നഷ്ടപ്പെട്ടു പോയ നല്ല പതിവുകൾ തിരിച്ചു പിടിക്കുവാനും അവയെ പരിപോഷിപ്പിക്കുവാനുമുള്ള സമയങ്ങൾ അത്രേ. ഇന്ന് പലയിടങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് നല്ല പതിവുകൾ നൽകുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. സൺഡേ സ്കൂൾ, ആരാധന, അവധിക്കാലത്തെ VBS തുടങ്ങിയതായിട്ടുള്ള നല്ല നല്ല പതിവുകൾ അത് കുഞ്ഞുങ്ങൾക്ക് ക്രമമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. ഞായറാഴ്ചകളിലുള്ള ട്യൂഷൻ, അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് VBSൻ്റെ സമയത്ത് സ്കൂളിൽ ക്ലാസ് വയ്ക്കുന്നത്, ട്യൂഷൻ ക്ലാസ്സുകൾ, ഇവയൊക്കെയും ഈ ആത്മീയ ശിക്ഷണം ലഭിക്കുന്നതായിട്ടുള്ള ഇത്തരം വേദികൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. പള്ളി, പ്രാർത്ഥന, സംഘടന, മീറ്റിംഗ് തുടങ്ങിയവയിൽ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും സാന്നിധ്യം എന്ന തുലവും കുറവാണ്. അതിൻ്റെയൊക്കെയും പരിണത ഫലങ്ങൾ പലയിടങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. നാം ഈ നാളുകളിൽ പത്രമാധ്യമങ്ങളിൽ
നാം നോക്കുമ്പോൾ വേണ്ട, നമ്മുടെ തെരുവുകളിൽ തന്നെ അങ്ങുമിങ്ങും നോക്കിയാൽ യുവജനങ്ങൾ സിഗരറ്റ് വലിക്കുന്നത്, ബോധമില്ലാതെ നടക്കുന്നത് ഒക്കെ കാണുവാനായിട്ട് കഴിയാറുണ്ട്. പത്രങ്ങളിലൊക്കെയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പിടിക്കപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണുവാൻ സാധിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ പോകുന്നു. സഹോദരനെയും സഹോദരിയെയും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ പോകുന്നു. എൻ്റെ കാര്യം സാധിക്കുവാൻ വേണ്ടി കൊല്ലുവാൻ പോലും മടിക്കാത്തതായിട്ടുള്ള യൗവനങ്ങളെ കാണുവാൻ കഴിയുന്നു. നല്ല പതിവുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പലപ്പോഴും കലാലയങ്ങൾ, കളിക്കളങ്ങൾ സൗഹൃദ വേദിക്ക് പകരം കൊലക്കളങ്ങൾ ആയിത്തീരുന്നത് നാം വളരെ വേദനയോടുകൂടി കാണുകയാണ്. ഇനി മുൻപോട്ട് ദിവസങ്ങൾ, ആണ്ടുകൾ പോകുമ്പോൾ എന്തൊക്കെ ഇനി കാണാനിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നമ്മിൽ നഷ്ടപ്പെട്ടു പോയ നല്ല പതിവുകൾ തിരിച്ചു പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രണ്ടാമതായി, ജീവിത ഉദ്ദേശം തിരിച്ചറിയുക. ജീവിത ഉദ്ദേശം തിരിച്ചറിയുക. നാം വായിച്ചതായിട്ടുള്ള 18-19 വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ജീവിത ഉദ്ദേശം വെളിപ്പെടുത്തുന്നു. പ്രധാനമായും നാം കാണുന്നത് സുവിശേഷം അറിയിക്കുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യം. അതിനായിട്ടാണ് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് കർത്താവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം യേശുക്രിസ്തു ആകുന്ന സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഒരു ദിവസം തന്നെ നാം എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്. മാതാപിതാക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട്, സ്ട്രേഞ്ചേഴ്സിനോട് ഒക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, കൂട്ടുകാരോടൊക്കെ. എന്നാൽ ആത്മീയമായ വിഷയങ്ങൾ അത്രമാത്രം സംസാരിക്കാറുണ്ട് വളരെ 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 കുറവാണ്. യേശുക്രിസ്തുവിനെ ജീവിതയാത്രയിൽ തിരിച്ചറിയാത്തവർക്ക് ജീവിത ഉദ്ദേശം അവരവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. എന്തിന് പഠിക്കുന്നു, എന്തിന് ജോലി ചെയ്യുന്നു എന്നൊന്നും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപാട് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല നിലയിൽ ജോലി ചെയ്തതുകൊണ്ടോ ജീവിതത്തിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. ക്രിസ്തുവിനെ നേടിയാൽ ക്രിസ്തുവിനെ ഈ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. അതാണ് 34 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് രാജാവ് ഉന്നതിയിലായിരുന്നപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ലഭ്യമായതായിട്ടുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. പല ആവൽഘട്ടങ്ങളിലും പ്രയാസവേളകളിലും ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം അന്വേഷിച്ച് കണ്ടെത്തിയവനാണ് ദാവീദ്. 51-ാം സങ്കീർത്തനം താൻ എഴുതുമ്പോൾ തൻ്റെ ആ ജീവിതത്തിൽ താൻ തെറ്റിൻ്റെ ആഴങ്ങളിലേക്ക് ബത്ശേബയുമായി ശയിക്കുന്ന ആ സമയത്ത് ദൈവത്തിൽ നിന്നും അനേക കാലങ്ങൾ പിന്നിലോട്ട് സഞ്ചരിച്ചതായിട്ടുള്ള അവനെ നാഥാൻ പ്രവാചകൻ കൊടുത്ത ബോധ്യത്തിലൂടെ അവൻ അനുതാപം ഉളവാകുകയും അങ്ങനെ ദൈവവുമായിട്ട് അടുക്കുവാനായിട്ടും ഇടയായി തീർന്നപ്പോൾ ആ ദൈവസന്നിധിയിലുള്ള ആ സന്തോഷത്തെ തിരിച്ചറിഞ്ഞവനാണ് ദാവീദ്. മോശയാണെങ്കിലും എബ്രായനെ കൊന്ന ഒരു അനുഭവം, എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം നൽകുവാൻ, അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതിനുള്ള വിടുതലിൻ്റെ യാത്രയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് മോശയെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ,
ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതോദ്ദേശം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു എൻജിനീയർ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, പള്ളിയിലച്ചൻ, സുവിശേഷകൻ, ഏത് നിലയിലാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ആ ദൈവവിളിയോടുള്ള ക്രിയാത്മകമായ കൃത്യമായ ഒരു പ്രതികരണം, ആ ദൈവത്തോടുള്ള പ്രതികരണം അത് ഏറ്റവും വിശ്വസ്തമായിരിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതുകൊണ്ട് ഈ നോമ്പ് കാലം 50 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, പിന്നെയോ നമ്മുടെ ജീവിതാന്ത്യം വരെയും ദൈവത്തോടുള്ള ആ ഒരു വിശ്വസ്തതയിൽ നിലനിൽക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ, അവൻ്റെ കൃപയാൽ നാം എല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരായി തീരണം. ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ കഴുകപ്പെട്ടവരായി, കറകളഞ്ഞ് നല്ല ക്രിസ്ത്യാനിയായി, നല്ല മനുഷ്യനായി ലോകത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താണെന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രകാരം അവസരം തന്ന DSMCയോടും ഈ വചനം ശ്രവിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി, കടപ്പാട് അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.